ചെന്നൈ സൂപ്പർ കിങ്സിനായി ഈ IPL സീസണിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ സഞ്ജു സാംസൺ ഇറങ്ങുമെന്നതാണ് റിപ്പോർട്ടുകൾ. സഞ്ജു ഓപ്പണറാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ ആരാവും സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളി എന്നതാണ് ഇനി അറിയേണ്ടത്. T20 ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ സഞ്ജു മഞ്ഞക്കുപ്പായത്തിൽ എത്തുമ്പോൾ സഞ്ജുവിന്റെ ഓപ്പണിംഗ് പാർട്ട്ണർ ആരായിരിക്കണം എന്നത് ടീം മാനേജ്മെന്റിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. സഞ്ജുവിനൊപ്പം യുവതാരം ആയുഷ് മാത്ര ഓപ്പൺ ചെയ്യുമോ അതോ ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദ് വരുമോ എന്നതാണ് അറിയേണ്ടത്. IPL 2026 ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നിര കരുത്തുറ്റതാണ്. സഞ്ജു സാംസണും ആയുഷ് മാത്രയും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യണം എന്ന് അഭിപ്രായപ്പെടുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ സീസണിൽ രുദ്രാജിന് പകരക്കാരനായി എത്തിയ 18-കാരനായ ആയുഷ് മാത്ര വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 190-ന് മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റിൽ റൺസ് അടിച്ചുകൂട്ടുന്ന ആയുഷിലൂടെ പവർ പ്ലേ ഓവറുകളിൽ ആധിപത്യം പുലർത്താൻ ചെന്നൈക്ക് സാധിക്കും. പവർ പ്ലേയിൽ അതിവേഗം റൺസ് കണ്ടെത്താൻ സഞ്ജുവിനും സാധിക്കും. രണ്ട് അഗ്രസീവ് ബാറ്റർമാർ ഒന്നിച്ചിറങ്ങുന്നത് CSKക്ക് മികച്ച തുടക്കം നൽകാൻ സഹായിക്കും. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് ഓപ്പണറായി നേടിയിട്ടുള്ള താരമാണ് ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദ്. തന്റെ IPL റൺസിന്റെ 90%-ലധികവും രുദ്രാജ് നേടിയിട്ടുള്ളത് ഓപ്പണർ എന്ന നിലയിലാണ്. 3-ാം നമ്പറിൽ അദ്ദേഹത്തിന്റെ ശരാശരി താരതമ്യേന കുറവാണ്. സഞ്ജുവിനെ പോലെയുള്ള ഒരു അഗ്രസീവ് ബാറ്റർക്കൊപ്പം രുദ്രാജിനെ പോലെ ഇന്നിംഗ്സ് പടുത്തുയർത്താൻ കഴിയുന്ന ഒരാൾ വേണമെന്നാണ് ഉയരുന്ന മറ്റൊരു വാദം. ഇന്ത്യൻ മുൻ താരം ആകാശ് ചോപ്ര ഉൾപ്പെടെയുള്ളവർ പ്രവചിക്കുന്നത് സഞ്ജുവും ആയുഷും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്നും രുദ്രാജ് 3-ാം നമ്പറിലേക്ക് മാറുമെന്നുമാണ്. രുദ്രാജിന് പിന്നാലെ ഡെവാൾഡ് ബ്രേവ്, ശിവം ദുബെ എന്നിവർ കൂടി ചേരുന്നതോടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മധ്യനിരയും അതിശക്തമാകും.